എല്ലാവർക്കും PSC ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ SCRTയുടെ 6ാം ക്ലാസ്സിൻ്റെ 3ാമത്തെ ചാപ്റ്ററാണ് എടുക്കുന്നത്. സയൻസിലെ നിവർന്ന് നിൽക്കാം എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ 1-2 ചാപ്റ്ററുകൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് അസ്ഥികൂടം എന്താണെന്നാണ് പറയുന്നത്. ജന്തുക്കളുടെ ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്ന ചട്ടക്കൂടാണ് അസ്ഥികൂടം, സ്കെലിട്ടൺ. അസ്ഥികൾ ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നതിനോടൊപ്പം ചലനത്തിനും സഹായിക്കുന്നു. അസ്ഥികൂടം ചില ആന്തര അവയവങ്ങളെ സംരക്ഷിക്കുന്നു. അപ്പോൾ അസ്ഥികൂടത്തിൻ്റെ ഡെഫിനേഷൻ ആദ്യം പറഞ്ഞു, അതിനുശേഷം അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്. ആകൃതി നൽകുന്നുണ്ട്, ഉറപ്പ് നൽകുന്നുണ്ട്, അതുപോലെ ചലനത്തിന് സഹായിക്കുന്നു, പിന്നെ ആന്തര അവയവങ്ങളെ സംരക്ഷിച്ച് വയ്ക്കുന്നു. അസ്ഥികൂടത്തെ പൊതിഞ്ഞ മാംസപേശികളും ത്വക്കും കാണപ്പെടുന്നുണ്ട്. അടുത്തതായിട്ട് പക്ഷികളുടെ അസ്ഥികൂടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുന്നുണ്ട്. പക്ഷികളുടെ അസ്ഥികൂടം മറ്റ് മൃഗങ്ങളുടേതിന് സമാനമാണെങ്കിലും ഭാരം വളരെ കുറവാണ്. അപ്പം ഭാരം വളരെ കുറഞ്ഞ അസ്ഥികൂടമാണ് പക്ഷികളിൽ കാണപ്പെടുന്നത്. പക്ഷികളുടെ അസ്ഥികളിൽ വായു അറകൾ ഉള്ളതിനാൽ അവ പൊള്ളയായി കാണപ്പെടുന്നു. അപ്പം ഭാരം കുറയുന്നതിന് കാരണം എന്താണ്? വായു അറകളാണ്. വായു അറകൾ അവരെ പറക്കാൻ സഹായിക്കുന്നുണ്ട്. അസ്ഥികളുടെ ഭാരക്കുറവ് പക്ഷികൾക്ക് പറക്കുന്നതിനുള്ള അനുകൂല ഘടകമാണ്. പക്ഷികളെ പറക്കാൻ സഹായിക്കുന്ന അനുകൂല സാഹചര്യങ്ങളാണ് 3 സാഹചര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അസ്ഥികളുടെ ഭാരക്കുറവാണ് ഫസ്റ്റത്തത്, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത് തന്നെ. മറ്റ് ജീവികളെ അപേക്ഷിച്ച് തലയോട്ടി വലിപ്പം ആനുപാതികമായി ചെറുതാണ്. നമുക്ക് മറ്റ് ജീവികളെയൊക്കെ വെച്ച് താരതമ്യം ചെയ്ത് നോക്കിയാൽ നമുക്കൊന്ന് ഇമാജിൻ ചെയ്താൽ തന്നെ മനസ്സിലാവും. പക്ഷികളുടെ തലയോട്ടി വളരെ ചെറുതാണ്. നട്ടെല്ലിലെ കശേരുക്കൾ പരസ്പരം യോജിപ്പിച്ചവയായതിനാൽ പറക്കാൻ ആവശ്യമായ ബലം ലഭിക്കുന്നു. അപ്പോൾ ആ നട്ടെല്ലിലെ കശേരുക്കളുടെ ആ ഒരു പരസ്പര യോജിതയാണ് പറക്കാൻ ആവശ്യമായ ബലം അവർക്ക് ലഭിക്കുന്നത്. പെൻഗ്വിൻ പോലുള്ള പക്ഷികൾക്ക് ഉറച്ച അസ്ഥികളായതിനാൽ അവയ്ക്ക് പറക്കാൻ കഴിയില്ല. അപ്പോൾ പെൻഗ്വിന് പറക്കാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താണ്? അവയ്ക്ക് ഉറച്ച അസ്ഥികളാണ് ഉള്ളത്. പറക്കാൻ കഴിയാത്ത പക്ഷികളുടെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. പെൻഗ്വിൻ, ഒട്ടകപ്പക്ഷി, എമു, കിവി, കസോവെരി, റിയ. അപ്പോൾ ഇത്രയും പക്ഷികളാണ് പറക്കാൻ കഴിയാത്ത പക്ഷികൾ. അപ്പോൾ ഇവയ്ക്ക് നട്ടെല്ലിന് ഉറപ്പ് കൂടുതലായതുകൊണ്ടാണ് അവയ്ക്ക് പറക്കാൻ കഴിയാത്തത്. അടുത്തതായിട്ട് അസ്ഥികളെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കോശങ്ങളാണ് ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പഠനത്തെ ഓസ്റ്റിയോളജി എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ കോശങ്ങളാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള നിർമ്മാണ ഘടകം. ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ എന്നാണ് അവയെ പറയുന്നത്. അസ്ഥികോശങ്ങളായ ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീൻ അഥവാ ഹോർമോണാണ് ഓസ്റ്റിയോകാൽസിൻ. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓസ്റ്റിയോകാൽസിൻ ആണ് ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീൻ അഥവാ ഹോർമോൺ. അടുത്തതായിട്ട് മനുഷ്യ അസ്ഥികൂടമാണ് ചർച്ച ചെയ്യുന്നത്. തലയോട്, നട്ടെല്ല്, വാരിയെല്ല്, മാറെല്ല്, തോളെല്ല്, ഇടുപ്പെല്ല്, കൈകാലുകളിലെ അസ്ഥികൾ എന്നിവയെല്ലാം ചേർന്നതാണ് മനുഷ്യൻ്റെ അസ്ഥികൂടം, ദി ഹ്യൂമൻ സ്കെലിട്ടൺ. ജനന സമയത്ത് മനുഷ്യ ശരീരത്തിൽ ഏകദേശം 300ഓളം അസ്ഥികൾ കാണപ്പെടുന്നു. പ്രായപൂർത്തിയായ മനുഷ്യനിൽ കാണപ്പെടുന്ന അസ്ഥികളുടെ എണ്ണം 206 അപ്പോൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ 300ഓളം അസ്ഥികളുണ്ട്. അവ പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സംയോജിച്ചിട്ടൊക്കെയാണ് അസ്ഥികളുടെ എണ്ണം കുറഞ്ഞു പോകുന്നത്. 206 പ്രായപൂർത്തിയായ മനുഷ്യനിൽ കാണപ്പെടുന്ന അസ്ഥികൾ. അപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. തലയോട്, നട്ടെല്ല്, വാരിയെല്ല്, മാറെല്ല്, തോളെല്ല്, ഇടുപ്പെല്ല്, കൈകാലുകളിലെ അസ്ഥികൾ. അപ്പോൾ ഇവയെല്ലാം ചേർന്നതാണ് മനുഷ്യൻ്റെ അസ്ഥികൂടം എന്ന് പറയുന്നത്. വിശദമായിട്ട് ഓരോ പേരുകളൊക്കെ അടിയിലേക്ക് വരുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ അസ്ഥികൂടത്തെ 2ആയിട്ട് തിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? അക്ഷാസ്ഥികൂടവും അനുബന്ധ അസ്ഥികൂടവും. അക്ഷാസ്ഥികൂടം ആക്സിയൽ സ്കെലിട്ടൺ എന്നും അനുബന്ധ അസ്ഥികൂടം അപ്പൻഡിക്കുലർ സ്കെലിട്ടൺ എന്നും അറിയപ്പെടുന്നു. കാരണം എന്താണ്? അക്ഷാസ്ഥികൂടം എന്ന് വെച്ചാൽ നമ്മുടെ നടുവേ ഒരു സിമ്മട്രി ആയിട്ട് നമ്മുടെ ശരീരത്തെ തിരിച്ചു കഴിഞ്ഞാൽ ആ നടുഭാഗത്ത് കേന്ദ്ര ഭാഗമായിട്ട് കാണപ്പെടുന്ന അസ്ഥികൂടങ്ങളാണ് അക്ഷാസ്ഥികൂടങ്ങൾ. എന്നാൽ അനുബന്ധ അസ്ഥികൂടങ്ങൾ ഇവയുടെയൊക്കെ ഈ കേന്ദ്രഭാഗത്തിൻ്റെ സഹായത്തോടെ നിലകൊള്ളുന്നവയാണ് അനുബന്ധ അസ്ഥികൂടങ്ങൾ. ഏതൊക്കെയാണ്? കൈയും കാലും ഒക്കെയാണ് അനുബന്ധ അസ്ഥികൂടമായിട്ട് വരുന്നത്. തലയോട്, നട്ടെല്ല്, മാറെല്ല്, വാരിയെല്ലുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് അക്ഷാസ്ഥികൂടം. കാരണം എന്താണ്? അതാണ് ആ ഒരു ബേസിക് ആയിട്ടുള്ള എല്ലുകൾ. തോളെല്ല്, ഇടുപ്പെല്ല്, കൈകാലുകളിലെ അസ്ഥികൾ എന്നിവ ഉൾപ്പെടുന്നതാണ് അനുബന്ധ അസ്ഥികൂടം. അപ്പോൾ അതിൻ്റെയൊക്കെ
സഹായത്തോടുകൂടി അക്ഷാസ്ഥികൂടത്തിൻ്റെ സഹായത്തോടുകൂടി നിലനിൽക്കുന്നവയാണ് ബാക്കിയുള്ള അനുബന്ധ അസ്ഥികൂടങ്ങൾ. അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 80, അനുബന്ധ അസ്ഥികളിലെ 126 അസ്ഥികളുടെ എണ്ണം. അപ്പോൾ ഇത് മിക്കവാറും ചോദിക്കാറുണ്ട് എണ്ണം എത്രയാണെന്ന്. അക്ഷാസ്ഥികൂടത്തിൽ 80 അസ്ഥികളാണ്, അതുപോലെ അനുബന്ധ അസ്ഥികൂടത്തിൽ 126. അത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അസ്ഥികൂടത്തിൻ്റെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ശരീരത്തിന് ഉറപ്പും ബലവും നൽകുക, ചലനം സാധ്യമാക്കുക, ആന്തര അവയവങ്ങളെ സംരക്ഷിക്കുക, രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കുക. ബോൺ മാരോസിലാണ് എന്തുൽപ്പാദിപ്പിക്കുന്നത്? ലിംഫോസൈറ്റ്, ബി ലിംഫോസൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ധർമ്മം കൊടുത്തിരിക്കുന്നത്. ധാതുക്കൾ സംഭരിക്കുക. എല്ലിലാണ് ധാതുക്കൾ, കാൽസ്യമൊക്കെ സംഭരിക്കുന്നത് എല്ലിൻ്റെ അകത്താണ്. അതുകൊണ്ടാണ് ധാതുക്കൾ സംഭരിക്കുക എന്ന് പറയുന്നത്. ലവണങ്ങൾ സംഭരിക്കുന്നു. പിന്നെ എൻഡോക്രൈൻ നിയന്ത്രിക്കുക, നമ്മുടെ ഹോർമോണൽ വ്യവസ്ഥയൊക്കെ നിയന്ത്രിക്കുക, എൻഡോക്രൈൻ നിയന്ത്രിക്കുക. അതൊക്കെയാണ് അസ്ഥികൂടത്തിൻ്റെ പ്രധാന ധർമ്മങ്ങൾ. അടുത്തതായിട്ട് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥിയാണ് ഫീമർ, അതായത് തുടയെല്ല്. തുടയെല്ലിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഫീമർ. അതാണ് ഏറ്റവും നീളം കൂടിയ അസ്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. ചെവിയിൽ കാണപ്പെടുന്നു. ചെവിയിൽ 3 അസ്ഥികളാണുള്ളത്. അതിൽ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലമേറിയ അസ്ഥിയാണ് കീഴ്ത്താടിയെല്ല്. മറ്റ് അസ്ഥികളുമായി ബന്ധമില്ലാത്ത അസ്ഥിയാണ് ഹയോയിഡ്, അതായത് കഴുത്തിൽ കാണപ്പെടുന്ന ഹയോയിഡ് അസ്ഥിയാണ് മറ്റ് അസ്ഥികളുമായിട്ട് ബന്ധമില്ലാത്ത ഒരസ്ഥി. അപ്പോൾ ഈ ഒരു പോയിൻ്റ്, ഈ 4 പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആയ, ചിലപ്പോൾ സിമ്പിളായിട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തതായിട്ട് തലയോട് എന്താണ്? തലയോട്ടിൽ ഏതൊക്കെ അസ്ഥികളാണ് വരുന്നതെന്ന് നോക്കാം. മുഖത്തിനും തലയ്ക്കും ആകൃതി നൽകുകയും മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയും ചെയ്യുന്ന അസ്ഥി കവചമാണ് തലയോട്, സ്കൾ. അപ്പം തലയോടിൻ്റെ ധർമ്മം എന്തൊക്കെയാണ്? മുഖത്തിനും തലയ്ക്കും ആകൃതി നൽകുന്നു, അതുപോലെ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. പ്രായപൂർത്തിയായ മനുഷ്യൻ്റെ തലയോടിൽ കാണപ്പെടുന്ന അസ്ഥികളുടെ എണ്ണം 22 ആണ്. അപ്പോൾ 22 ആ ഒരു നമ്പർ ഓർത്ത് വെക്കുക. പ്രായപൂർത്തിയായ മനുഷ്യൻ്റെ തലയോടിൽ കാണപ്പെടുന്ന അസ്ഥികളാണ് 22 എണ്ണം. തലയോടിലെ 22 അസ്ഥികളിൽ 14 അസ്ഥികൾ മുഖത്തും 8 അസ്ഥികൾ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് കപാലത്തിലും കാണപ്പെടുന്നു. അപ്പോൾ 8 അസ്ഥികൾ കപാലത്തിലാണ്, 14 അസ്ഥികൾ മുഖത്താണ്. ഫേഷ്യൽ ബോൺസ് 14 എന്ന് ഓർക്കുക. ഫേഷ്യൽ 14. അപ്പോൾ 14 അസ്ഥികൾ, ആ 14 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 8 അസ്ഥികൾ കപാലത്തിലാണെന്ന് നോട്ട് ചെയ്ത് വെക്കാം. മസ്തിഷ്കത്തെ കൂടാതെ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക് എന്നീ ഇന്ദ്രിയങ്ങൾക്കും തലയോട് സംരക്ഷണം നൽകുന്നു. തലയോട്ടിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥിയാണ് കീഴ്ത്താടിയെല്ല്, ലോവർ ജോ ബോൺ. അപ്പോൾ കീഴ്ത്താടിയെല്ലിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. തലയോട്ടിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥിയാണ് കീഴ്ത്താടിയെല്ല്. മേൽത്താടി എല്ലിലെ അസ്ഥികൾ അറിയപ്പെടുന്നത് മാക്സില എന്നും കീഴ്ത്താടി എല്ലിലെ അസ്ഥികൾ അറിയപ്പെടുന്നത് മാൻഡിബിൾ എന്നുമാണ്. അപ്പോൾ മാക്സില, മാൻഡിബിൾ ആ അസ്ഥികളുടെ പേര് ചോദിക്കാറുണ്ട്. പാറ്റല, മുട്ടിലെ അസ്ഥി, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മാക്സിലയും മാൻഡിബിളും. ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്ക് സ്ഥാപിതമായ നഗരം ചെന്നൈയാണ്. ഇതിനു മുന്നേ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അസ്ഥി ബാങ്ക് ചെന്നൈയിലാണ് വന്നിട്ടുള്ളത്. ചെവിക്കുള്ളിലും അസ്ഥികൾ. ചെവിക്കുള്ളിലെ അസ്ഥികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മനുഷ്യൻ്റെ ചെവിക്ക് ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം എന്നീ 3 ഭാഗങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ചെവിയുടെ ഘടന വിശദീകരിക്കാൻ വേണ്ടി 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ മധ്യകർണത്തിലാണ് 3 ചെറിയ അസ്ഥികൾ കാണപ്പെടുന്നത്. 3 അസ്ഥികൾ എന്ന് വെച്ചാൽ 3 ജോഡി, 2 ചെവികളുമായിട്ട് 6 അസ്ഥികളാണ് ടോട്ടലുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് മാലിയസിൻ്റെയും ഇൻകസിൻ്റെയും സ്റ്റേപ്പിയസിൻ്റെയും ആകൃതി എപ്പോഴും കൂട്ടത്തിൽ ചേരുംപടി ചേർക്കാനോ അല്ലെങ്കിൽ സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ടോ PSC ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മാലിയസിൻ്റെ ആകൃതി ചുറ്റികയുടെ ആകൃതിയാണ്. ഇൻകസ് ആണെങ്കിൽ കുടക്കല്ലിൻ്റെ ആകൃതിയാണ്. സ്റ്റേപ്പിസ് കുതിരലാടത്തിൻ്റെ ആകൃതിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. അപ്പം ഇതിന് നമുക്ക് ഒരു കോഡിലൂടെ സെറ്റ് ചെയ്ത് വെക്കാം. ഇൻകസ് എന്ന് പറഞ്ഞാൽ കൂടക്കല്ലാണ്. കൂടക്കല്ല് നമ്മുടെ ഈ മുനിയറകളിലൊക്കെ കാണപ്പെടുന്ന കല്ലുകളില്ലേ, കൂടക്കല്ല്. അപ്പോൾ കുടയുടെ ഉള്ളിൽ നിന്ന് ഓർത്ത് വെക്കുക. ഇൻ അംബ്രല്ല എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇൻകസ് കൂടക്കല്ല് എന്ന് ഓർത്ത് വെക്കുക. സ്റ്റേപ്പിസ് കുതിരലാടം, കുതിരയുടെ സ്റ്റെപ്പ് ആയിട്ട്
സ്റ്റേപ്പിസ് സങ്കല്പിച്ച് വെക്കുക. കുതിരയുടെ കാൽപാദത്തിൻ്റെ ആകൃതിയാണല്ലോ കുതിരലാടത്തിൻ്റെ ആകൃതി. അപ്പോൾ അതൊരു സ്റ്റെപ്പായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. മാലിയസ് പിന്നെ ചുറ്റികയാണെന്ന് ഓർത്ത് വെക്കുക. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്നിവയുടെ കമ്പനം മൂലം ബാഹ്യകരണത്തിൽ നിന്ന് ആന്തരകരണത്തിലേക്ക് ശബ്ദം കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴാണ് നാം ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ശബ്ദം കേൾക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം ചെവിക്കുടയുടെ ഉള്ളിലേക്ക് ഒരു ശബ്ദതരംഗം വരുന്നു. അതിനെ കർണനാളത്തിലൂടെ കർണപടത്തിലെത്തുന്നു. അങ്ങനെ മധ്യകർണത്തിലെ 3 അസ്ഥികളിലൂടെയും കടന്നു പോകുന്നു. അവയുടെ കമ്പനം മൂലമാണ് നമ്മൾ ശബ്ദം കേൾക്കുന്നത്. ചെവിയുടെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. ഇപ്പോൾ ജസ്റ്റ് ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറയുന്നതേ ഉള്ളൂ. അടുത്തതായിട്ട് നട്ടെല്ല്. ശരീരം നിവർന്ന് നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണ് നട്ടെല്ല്, വെർട്ടിബ്രൽ കോളം. അപ്പോൾ നട്ടെല്ലാണ് നമ്മുടെ നിവർന്ന് നിൽക്കുന്നതിനും അതുപോലെ ചലിക്കുന്നതിനുമൊക്കെ സഹായിക്കുന്നത്. നാഡീവ്യൂഹത്തിൻ്റെ പ്രധാന ഭാഗമായ സുഷുമ്നാ നാഡി നട്ടെല്ലിലൂടെ കടന്നു പോകുന്നു. നട്ടെല്ലിന് കാര്യമായ ക്ഷതമേറ്റാൽ എഴുന്നേറ്റ് നടക്കാൻ പ്രയാസമാണ്. അപ്പോൾ സുഷുമ്നാ നാഡി നമ്മുടെ തലച്ചോറിൻ്റെ മെഡുല ഒബ്ലോങ്കേറ്റയുടെ തുടർച്ചയായിട്ട് കാണപ്പെടുന്ന നാഡിയാണ് സുഷുമ്നാ നാഡി. അത് നട്ടെല്ലിനുള്ളിലൂടെയാണ് കടന്നു പോകുന്നത്. നട്ടെല്ലിന് ക്ഷതമേറ്റ് കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. പ്രായപൂർത്തിയായ പുരുഷൻ്റെ നട്ടെല്ലിൻ്റെ ശരാശരി നീളം 71 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ സ്ത്രീയുടെ നട്ടെല്ലിൻ്റെ ശരാശരി നീളമാണ് 61 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ഒരു അളവ് ഇമ്പോർട്ടൻ്റ് ആണ്. പുരുഷന്മാരുടേതിൽ 71 സെൻറ്റിമീറ്ററും സ്ത്രീകളുടേതിൽ 61 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസമാണ് ഉള്ളത്. ഇനി നട്ടെല്ലിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ശരീരത്തിന് നിശ്ചിത ആകൃതിയും ഉറപ്പും നൽകുന്നു. ശരീരത്തെ നിവർന്ന് നിൽക്കാൻ സഹായിക്കുന്നു. ചലനത്തിന് സഹായിക്കുന്നു. സുഷുമ്നാ നാഡിയുടെ സംരക്ഷണ കവചമായി പ്രവർത്തിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രയും ധർമ്മങ്ങളാണ് നട്ടെല്ലിനുള്ളത്. നട്ടെല്ലിൽ ക്രമമായി വിന്യസിച്ചിരിക്കുന്ന അസ്ഥികളെ കശേരുക്കൾ എന്നറിയപ്പെടുന്നു. വെർട്ടിബ്രേ എന്നാണ് കശേരുക്കളെ പറയുന്നത്. അപ്പോൾ നട്ടെല്ലിൻ്റെ ചിത്രമൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു മുഴ പോലെയുള്ള ഒരു നിരനിരയായ കൂട്ടമാണ് നട്ടെല്ല്. അപ്പോൾ അതിൽ ക്രമമായി വിന്യസിച്ചിരിക്കുന്ന ആ മുഴ പോലെയുള്ള അസ്ഥികളാണ് കശേരുക്കൾ. അടുത്തതായിട്ട് ഹെൽമെറ്റിൻ്റെ പ്രാധാന്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മസ്തിഷ്കത്തെ സംരക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇരുചക്ര വാഹനങ്ങളിൽ പോകുമ്പോൾ നിർബന്ധമായിട്ട് ഹെൽമെറ്റ് ധരിക്കണം എന്നതിൻ്റെ ഒരു അവയർനെസ്സാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് തലയോടിനെ സംരക്ഷിക്കുന്നതിന് ഹെൽമറ്റ് ഉപയോഗം നിർബന്ധമാക്കിയിട്ടുണ്ട്. ഒരു മോട്ടോർ സൈക്കിളിന് ഹെൽമറ്റിന് പുറം ഷെൽ, ക്രഷ്, ആന്തരിക പാഡിംഗ് എന്നിങ്ങനെ 3 പാളികളുണ്ട്. പുറം ഷെല്ലിൽ ഏൽക്കുന്ന ആഘാതം ആന്തരിക പാഡിങ്ങിൽ എത്തുമ്പോഴേക്ക് കുറയുന്ന രീതിയിലാണ് പാളികൾ ക്രമീകരിച്ചിട്ടുള്ളത്. കാർബൺ നാരുകൾ, ഫൈബർ നാരുകൾ, തെർമോസൈറ്റ് റെസിനുകൾ, പ്ലാസ്റ്റിക്സ് എന്നിവ ഹെൽമറ്റ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. അപ്പോൾ ജസ്റ്റ് എത്ര പാളികളുണ്ട്? 3 പാളികളാണുള്ളത്. എങ്ങനെയൊക്കെയാണ് ഹെൽമറ്റ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒന്ന് വായിച്ചു വിടാം. മനുഷ്യ നട്ടെല്ലിലെ കശേരുക്കൾ എത്ര എണ്ണം ഉണ്ട്? 33 എണ്ണമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു നേരത്തെ ആ നിരയായിട്ടുള്ള വിന്യസിച്ചിരിക്കുന്ന രൂപമാണെന്ന് പറഞ്ഞു. അവിടെ ആ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, കശേരുവിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ 33 കശേരുക്കളാണുള്ളത്. നട്ടെല്ലിലെ ആദ്യ കശേരു അറ്റ്ലസ് ആണ്. അതായത് ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന കശേരുവാണ് അറ്റ്ലസ്. രണ്ടാമത്തെ കശേരുവാണ് ആക്സിസ്. ഇനി അവസാനത്തെ കശേരുവാണ് കോക്സിസ്. അപ്പോൾ ഇത് 3 ചോദിക്കാറുണ്ട്. അറ്റ്ലസും ആക്സിസും 1ഉം 2ഉം. ഏറ്റവും അവസാനത്തതാണ് കോക്സിസ്. നട്ടെല്ലിൻ്റെ ഓരോ ഭാഗത്തുമുള്ള കശേരുക്കളുടെ എണ്ണവും അവയുടെ ആകെ എണ്ണവും ഓരോ ജീവി വിഭാഗങ്ങളിലും വ്യത്യസ്തമാണ്. അപ്പോൾ കശേരുക്കളുടെ എണ്ണം ഓരോ ജീവി വിഭാഗങ്ങളിലും വ്യത്യസ്തമാണ്. ഏറ്റവും കൂടുതൽ കശേരുക്കൾ കാണപ്പെടുന്നത് പാമ്പുകളിലാണെങ്കിലും അവയെല്ലാം ഒരേ തരത്തിലുള്ളവയാണ്. ആമകളിൽ ചില കശേരുക്കൾ പുറന്തോടുമായി ചേർന്നിരിക്കുന്നു. പക്ഷികളിൽ ഗ്രൈവ കശേരുക്കൾ ഒഴികെയുള്ള കശേരുക്കൾ ഒരു ദൃഢ ചട്ടക്കൂടിൽ ചേർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. ഇത് പക്ഷികളെ പറക്കാൻ സഹായിക്കുന്നു. അപ്പോൾ പാമ്പിലാണ് ഏറ്റവും കൂടുതൽ കശേരുക്കൾ ഉള്ളതെന്ന് ഓർത്ത് വയ്ക്കുക. ആമകളിൽ കശേരുക്കൾ പുറന്തോടുമായി ചേർന്നിരിക്കുന്നുണ്ട്. പിന്നെ പക്ഷികളിൽ ഗ്രൈവ കശേരുക്കൾ ഒഴികെ ദൃഢമായ ചട്ടക്കൂടിൽ ചേർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. ഇതും പക്ഷികളെ പറക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ കശേരുക്കളുടെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ പക്ഷികളിൽ പറക്കാൻ സഹായിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിൻ്റാണ് ഈ പറഞ്ഞത്. ഇനി താഴ്ന്ന തരം കശേരുകളും ഉയർന്ന തരം കശേരുകളും.
നട്ടെല്ലുള്ള ജീവികളിലാണ് കശേരുകികൾ അഥവാ വെർട്ടിബ്രേറ്റ്സ് ജീവികളാണ് കശേരുകികൾ എന്ന് അറിയപ്പെടുന്നത്. പരിണാമപരമായ പ്രത്യേകതകളെ അടിസ്ഥാനമാക്കി കശേരുകികളെ താഴ്ന്ന തരം കശേരുകികൾ എന്നും ഉയർന്ന തരം കശേരുകികളെന്നും തിരിച്ചിരിക്കുന്നു. അപ്പോൾ വെർട്ടിബ്രേറ്റ്സിനെ പൊതുവായിട്ട് ലോവർ വെർട്ടിബ്രേറ്റ്സ് എന്നും ഹയർ വെർട്ടിബ്രേറ്റ്സ് എന്നും തിരിച്ചിരിക്കുന്നുണ്ട്. ഏറ്റവും ലളിതമായ ശാരീരിക ഘടനയുള്ള കശേരുകികളാണ് താഴ്ന്ന തരം കശേരുകികൾ. എന്നാൽ കൂടുതൽ സങ്കീർണമായ ശാരീരിക ഘടനയും ഉയർന്ന പരിണാമ നിലവാരവുമുള്ള കശേരുകികളാണ് ഉയർന്ന തരം കശേരുകികൾ. അപ്പോൾ നട്ടെല്ലുള്ള ജീവികളെ 2 തരത്തിൽ തിരിച്ചിരിക്കുന്നു, ഉയർന്നതും താഴ്ന്നതും. താഴ്ന്ന തരം കശേരുകികളായ ആംഫിയോക്സസ്, ലാംപ്രേ തുടങ്ങിയ ജീവികളുടെ നട്ടെല്ല് അറിയപ്പെടുന്നത് നോട്ടോകോഡ് എന്നാണ്. അപ്പോൾ നോട്ടോകോഡ് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. താഴ്ന്ന തരം കശേരുകികളുടെ ആംഫിയോക്സസ്, ലാംപ്രേ തുടങ്ങിയ ജീവികളുടെ നട്ടെല്ലാണ് നോട്ടോകോഡ്. അപ്പോൾ നോട്ടോകോഡ് എന്താണെന്ന് വെച്ച് ഒരു ചോദ്യമായിട്ട് വേണമെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ്. നോട്ടോകോഡ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കലകളാണ് മധ്യജന സ്തരകലകൾ, മീസോഡെർമൽ ടിഷ്യൂ. അപ്പോൾ +1 നോട്ടോകോഡിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സ്റ്റാർട്ടിംഗ് ആണ് ഈ 6ാം ക്ലാസ്സിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോട്ടോകോഡിന് നിർമ്മിച്ചിരിക്കുന്ന കലകളാണ് മധ്യജന സ്തരകലകൾ അഥവാ മീസോഡെർമൽ ടിഷ്യൂസ്. ഉയർന്ന തരം കശേരുകികളിൽ കശേരുക്കൾ എന്നറിയപ്പെടുന്ന അസ്ഥികൾ കൊണ്ടാണ് നട്ടെല്ല് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് നമ്മളെപ്പോലെയുള്ള ജീവികളിലൊക്കെ കശേരുക്കൾ എന്നറിയപ്പെടുന്ന അസ്ഥികൾ കൊണ്ട് നട്ടെല്ല് നിർമ്മിച്ചിരിക്കുന്നു. മുതല, പല്ലി, പക്ഷികൾ, സസ്തനികൾ തുടങ്ങിയ കശേരുകികളുടെ നട്ടെല്ലിൽ കഴുത്ത്, നെഞ്ചിൻ്റെ പിൻഭാഗം, ഇടുപ്പ്, നിതംബം, തൃകം എന്നീ 5 ഭാഗങ്ങളിലായാണ് കശേരുക്കൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ 5 ഭാഗങ്ങളിലായിട്ട് കശേരുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു. അവയാണ് കഴുത്ത്, നെഞ്ചിൻ്റെ പിൻഭാഗം, ഇടുപ്പ്, നിതംബം, തൃകം. എല്ലാ ഉയർന്ന തരം കശേരുകികളിലും ഭ്രൂണാവസ്ഥയിൽ നോട്ടോകോഡുകളാണ് ഉള്ളതെങ്കിലും ഭ്രൂണം വളരുന്നതിനനുസരിച്ച് അത് നട്ടെല്ലായി വികസിക്കുന്നു. അപ്പോൾ ഈ ഒരു പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഭ്രൂണാവസ്ഥയിൽ നോട്ടോകോഡുകളാണ് ഉള്ളത്, പക്ഷേ ഭ്രൂണം വളരുന്നതിനനുസരിച്ച് നട്ടെല്ലായിട്ട് വികസിക്കുന്നുണ്ട്. പിന്നെ ഇതിനു മുമ്പ് PSC ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, നമ്മുടെ സുഷുമ്നാ നാഡിയുടെ നീളം ചെറുപ്പത്തിലും അതായത് ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും അതുപോലെ മുതിർന്നു കഴിയുമ്പോഴും പ്രായപൂർത്തിയാകുമ്പോഴും ഒരേ വലിപ്പം തന്നെയാണ്. അത് നട്ടെല്ലിൻ്റെ ഒന്നിച്ച് വളർന്ന് താഴേക്ക് പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? സുഷുമ്നാ നാഡി അങ്ങനെ വളരേണ്ട ആവശ്യമില്ല, അത് വളരുന്നില്ല, അത് മസ്തിഷ്കത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ നട്ടെല്ല് ഭ്രൂണാവസ്ഥയിൽ ഉള്ളതിനെ കഴിഞ്ഞും നോട്ടോകോഡുകളിൽ നിന്നും മാറ്റം വന്ന് നട്ടെല്ലായിട്ട്, അതായത് കശേരുക്കളായിട്ട് പരിണാമം സംഭവിക്കുന്നു. അപ്പോൾ സുഷുമ്നാ നാഡി അതിൻ്റെ ഒപ്പം വളരുന്നില്ല, അത് പ്രത്യേക ഫങ്ഷനായിട്ട് മസ്തിഷ്കത്തിൻ്റെ താഴെ സേഫായിട്ട് സ്ഥിതി ചെയ്യുന്നു. അടുത്തതായിട്ട് ഗ്രൈവ കശേരുക്കൾ എന്താണ്? നമ്മൾ നേരത്തെ പക്ഷികളുടെ കേസിൽ ഗ്രൈവ കശേരുക്കൾ എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ചിരുന്നു. എന്താണെന്ന് നോക്കാം. നട്ടെല്ലുള്ള ജീവികളുടെ നട്ടെല്ലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തെ കശേരുക്കളാണ് ഗ്രൈവ കശേരുക്കൾ, സെർവിക്കൽ വെർട്ടിബ്രേ. ഗ്രൈവ കശേരുക്കൾ കഴുത്തിൻ്റെ ചലനശേഷി നിയന്ത്രിക്കുകയും സുഷുമ്നാ നാഡിയെയും പ്രധാന രക്തധമനികളെയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഗ്രൈവ കശേരുക്കൾ ഏറ്റവും മുകളിലുള്ളവയാണെന്ന് പറഞ്ഞു. കഴുത്തിൻ്റെ ചലനശേഷി നിയന്ത്രിക്കാനും സുഷുമ്നാ നാഡിയുടെ പ്രധാന രക്തധമനികളെ സംരക്ഷിക്കാനുമാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. ഗ്രൈവ കശേരുക്കളുടെ വലുപ്പമാണ് കഴുത്തിൻ്റെ നീളം നിർണ്ണയിക്കുന്നത്. മിക്കവാറും എല്ലാ സസ്തനികളിലും 7 ഗ്രൈവ കശേരുക്കളാണ് കാണപ്പെടുന്നത്. ഗ്രൈവ കശേരുക്കളുടെ എണ്ണം 7 അല്ലാത്ത സസ്തനികളുടെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മനാറ്റികൾ, ഇരട്ട കാൽ സ്ലോത്ത്, 3 കാൽ സ്ലോത്ത്. അപ്പോൾ ഈ 3 ജീവികളിലാണ് 7 ഗ്രൈവ കശേരുക്കളില്ലാത്ത സസ്തനികൾ. അപ്പോൾ അവയുടെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. മനാറ്റികൾ, ഇരട്ടക്കാൽ സ്ലോത്ത്, അതുപോലെ 3 കാൽ സ്ലോത്ത്. അപ്പോൾ സ്ലോത്തിൻ്റെ കയ്യിൽ 3 വിരലുകളുള്ളതുകൊണ്ടാണ് 3 കാൽ സ്ലോത്ത് എന്ന് പറയുന്നത്. ഇരട്ടക്കാൽ സ്ലോത്തിന് 2 വിരലുകളാണുള്ളത്. അപ്പോൾ ഈ ഗ്രൈവ കശേരുക്കൾ പുതിയ SRTയിൽ കൊടുത്തിരിക്കുന്ന പുതിയൊരു പോയിൻ്റാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് PSCക്ക് ഇനി വിശദമായിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളൊക്കെ ഈ ഗ്രൈവ കശേരുക്കളിലുണ്ട്. അപ്പോൾ 7 ഗ്രൈവ കശേരുക്കളിൽ
സസ്തനികളിൽ ഗ്രൈവകശേരുക്കളുടെ എണ്ണം 7 നോട്ട് ചെയ്ത് വെക്കാം. ജിറാഫിൻ്റെ കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം 7. ഇനി വാരിയെല്ല്. നീളമുള്ള വളഞ്ഞ അസ്ഥികളാണ് വാരിയെല്ലുകൾ അഥവാ റിബ്സ്. വാരിയെല്ലുകൾ പിന്നിൽ നട്ടലിനോടും മുന്നിൽ മാറലിനോടും ബന്ധിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു കവചമായിട്ട്, പുറകിലും മുന്നിലും ബന്ധമുള്ള നല്ലൊരു കവചമായിട്ട് നമ്മുടെ ഹൃദയത്തെയും ശ്വാസകോശത്തെയും ഒക്കെ സംരക്ഷിക്കുന്നത് വാരിയെല്ലാണ്. ഹൃദയം, ശ്വാസകോശം, ചില പ്രധാന രക്തക്കുഴലുകൾ എന്നിവയെ വാരിയെല്ലുകൾ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. അപ്പോൾ അവിടെ റിബ്സിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നട്ടല് പുറകിലൂടെ പോകുന്നു, മുന്നിലൂടെ മാറല് പോകുന്നു. രണ്ടിനെയും കണക്ട് ചെയ്തുകൊണ്ട് വാരിയെല്ലൊരു കവചമായിട്ട് നിലകൊള്ളുന്നു. തൊറാസിക് അറ വികസിപ്പിച്ചുകൊണ്ട് ശ്വസനം സുഗമമാക്കാൻ വാരിയെല്ലുകൾ സഹായിക്കുന്നു. തൊറാസിക് അറ എന്ന് വെച്ചാൽ നമ്മുടെ അബ്ഡോമിനെ വേർതിരിക്കുന്ന ഡയഫ്രം. അപ്പോൾ ആ ഒരു അറ, ഡയഫ്രത്തിന് മുകളിലുള്ള ഭാഗമാണ് തൊറാസിക് അറ. അപ്പം അത് വികസിപ്പിച്ചുകൊണ്ട് ശ്വസനം സുഗമമാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? വാരിയെല്ലുകളാണ്. അപ്പോൾ വാരിയെല്ലുകളുടെ ഒരു ഫംഗ്ഷനാണ് അത്. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം 24, അതായത് 12 ജോഡി. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് വരുമ്പം വേണമെങ്കിൽ 12 ജോഡി കൊടുക്കാം, 23 എണ്ണം കൊടുക്കാം. അങ്ങനെ നമുക്ക് കൺഫ്യൂഷൻ വരാവുന്ന രീതിയിൽ കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 24 എണ്ണമാണ് വാരിയെല്ലുകളുടെ എണ്ണം. പാമ്പുകളിൽ വാരിയെല്ലുകൾ ശരീരത്തിന് താങ്ങും സംരക്ഷണവും നൽകുന്നു. ഏറ്റവും കൂടുതൽ വാരിയെല്ലുകളുള്ള ജീവിയാണ് പാമ്പ്. അപ്പോൾ നേരത്തെ പറഞ്ഞു കശേരുക്കൾ കൂടുതലുള്ളതും പാമ്പിനാണ്, അതുപോലെ വാരിയെല്ലുകളും കൂടുതൽ പാമ്പിന് തന്നെയാണ്. അടുത്തതായിട്ട് കൈകാലുകളിലെ അസ്ഥികൾ. നമ്മൾ അക്ഷാസ്ഥികൂടത്തിലെ പ്രധാന പോയിൻറ്റ്സൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി കൈകാലുകളിലെ അസ്ഥികളാണ് പറയുന്നത്. അനുബന്ധ അസ്ഥികളുടെ കൂട്ടത്തിലാണ് കൈകാലുകളിലെ അസ്ഥികൾ വരുന്നത്. മനുഷ്യൻ്റെ ഒരു കൈയിലെ അസ്ഥികളുടെ എണ്ണം 32. തോളെല്ലിലെ 2 അസ്ഥികൾ ഉൾപ്പെടെയാണ് 32 എണ്ണം. അല്ലാണ്ട് നമ്മൾ 30 പറയാറ്. 2 കൈകളിലും കൂടി ആകെ അസ്ഥികളുള്ളത് 64. തോളെല്ലിനും മാത്രമായിട്ട് നോക്കുകയാണെങ്കിൽ 4 എണ്ണം, ബാക്കി 2 കൈയിലും കൂടി 30, 60 ഉള്ളത്. കൈയിലെ പ്രധാന അസ്ഥികളാണ് റേഡിയസ്, അൾന, ഹ്യൂമറസ്, ഫലാഞ്ചസ്. അപ്പോൾ മുകൾ ഭാഗത്ത് നിന്ന് തുടങ്ങിയാൽ നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാൻ പറ്റും. മുകൾ ഭാഗത്ത് കാണുന്നതാണ് റേഡിയസ്, അത് കഴിഞ്ഞാണ് അൾനയും ഹ്യൂമറസും. അപ്പോൾ 2 ജോഡിയായിട്ട് കാണുന്നവയാണ് അൾനയും ഹ്യൂമറസും, അത് കഴിഞ്ഞിട്ടുള്ളവയാണ് ഫലാഞ്ചസ്. ഭുജ അസ്ഥി എന്നറിയപ്പെടുന്ന അസ്ഥിയാണ് ഹ്യൂമറസ്. ഭുജ അസ്ഥി, നമ്മുടെ ഭുജം, കൈയുടെ ആ ഒരു നടുക്കത്തെ പോർഷനിൽ കാണപ്പെടുന്നതാണ് ഹ്യൂമറസ്. ഫണ്ണി ബോൺ എന്നറിയപ്പെടുന്നതും ഹ്യൂമറസ് ആണ്. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്, ഫണ്ണി ബോൺ ഹ്യൂമറസ് ആണ്. കൈപ്പത്തിയിലെ അസ്ഥികൾ അറിയപ്പെടുന്നത് മെറ്റാകാർപ്പൽസ് എന്നും വിരലുകളിലെ അസ്ഥികളാണ് ഫലാഞ്ചസ്. അപ്പോൾ മെറ്റാകാർപ്പൽസ് കൈപ്പത്തിയിലെ അസ്ഥികളാണ്, വിരലുകളിലാണ് ഫലാഞ്ചസ് ഉള്ളത്. അപ്പോൾ ആ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പോർഷനാണ് ആദ്യം നമ്മൾ പറഞ്ഞ റേഡിയസ്, അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഭാഗമാണ് റേഡിയസും അൾനയും. അതിൻ്റെ താഴെയാണ് എന്തുള്ളത്? മെറ്റാകാർപ്പൽസ്, പിന്നെയാണ് ഫലാഞ്ചസ് ഉള്ളത്. അപ്പോൾ അടുത്ത പോയിൻ്റ് എന്താണ്? മനുഷ്യൻ്റെ ഒരു കാലിൽ കാണപ്പെടുന്ന അസ്ഥികൾ. അപ്പോൾ കൈയിൻ്റെ കേസ് കഴിഞ്ഞു. ഇനി കാലിൽ എന്തൊക്കെയാണ്? കാലിൽ കാണപ്പെടുന്ന അസ്ഥികൾ 31. ഇടുപ്പല്ലിലെ ഒരു അസ്ഥി ഉൾപ്പെടെയാണ് 31 പറയുന്നത്. അപ്പോൾ 2 കാലിലും കൂടി 62 എണ്ണമാണ്. ഇടുപ്പല്ലിലെ 2 എണ്ണം കൂടി കൂട്ടിയിട്ടാണ്. കാലുകളിൽ മാത്രം പറയുകയാണെങ്കിൽ 30, 60 പറയാറ്. കാലിലെ പ്രധാന അസ്ഥികളാണ് ടിബിയ, ഫിബുല, ഫീമർ. അപ്പോൾ അവിടെ തുടയിൽ കൊടുത്തിട്ടുണ്ട്, അതാണ് എന്ത്? ഫീമർ. പിന്നെ അതിൻ്റെ താഴെയുള്ള 2 ജോഡികളാണ് ടിബിയയും ഫിബുലയും. അപ്പോൾ ആ ഒരു പിക്ചർ നോക്കി വെക്കുക. ഇനി ഏറ്റവും നീളം കൂടിയ അസ്ഥിയാണ് ഫീമർ. നമ്മൾ നേരത്തെ പറഞ്ഞു, തുടയിൽ കാണപ്പെടുന്നത് കാലിലാണ്. കാൽമുട്ടിനും കണങ്കാലിനും ഇടയിൽ കാണപ്പെടുന്ന അസ്ഥികളാണ് ടിബിയയും ഫിബുലയും. അതായത് ആ 2 ജോഡികൾ നമ്മൾ കണ്ടല്ലോ ആ പിക്ചറിൽ, അതാണ് ടിബിയയും ഫിബുലയും. കാൽക്കേനിയസ് അസ്ഥി സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് ഉപ്പൂറ്റി. അപ്പോൾ കാൽക്കേനിയസ് അസ്ഥി, അത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിൻ്റാണ്. ഉപ്പൂറ്റിയിലാണ് കാൽക്കേനിയസ് അസ്ഥി കാണപ്പെടുന്നത്. ഇടുപ്പിലെ അസ്ഥികൾ അറിയപ്പെടുന്നത് പെൽവിസ് എന്നാണ്. ഒരു കൈയിലെ വിരലുകളിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 14 എണ്ണമാണ്. ഒരു കൈയിലെ പെരുവിരലിലെ അസ്ഥികളുടെ എണ്ണം 2, മറ്റ് വിരലുകളിൽ 3 എണ്ണം വീതമാണ് ഉള്ളത്. അപ്പോൾ കൈപ്പത്തിയിലെ അല്ല, വിരലുകളിലെ അസ്ഥികളുടെ എണ്ണമാണ് നമ്മൾ പറഞ്ഞത്.
മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൻ്റെയൊക്കെ ഒരു കൺക്ലൂഷനായിട്ട് ബോക്സായിട്ട് കൊടുത്തിട്ടുണ്ട്. അക്ഷാസ്ഥികൂടത്തിൽ 80 എണ്ണമാണ്, തലയോട്ടിൽ 22 എണ്ണം, മുഖാസ്ഥികൾ 14, അതുപോലെ കപാലത്തിൽ 8 എണ്ണം. ഇനി നട്ടെല്ലിന് ആകെ 33 കശേരുക്കളാണ് നമ്മൾ പറഞ്ഞു. വാരിയെല്ലുകൾ 24 എണ്ണം അല്ലെങ്കിൽ 12 ജോഡി, മാറെല്ല് ഒരെണ്ണം. അനുബന്ധ അസ്ഥികൂടം 126 ടോട്ടൽ. കൈകളിൽ 64, കാലുകളിൽ 62. ആകെ അസ്ഥികൾ അങ്ങനെ 206 എണ്ണമാണ്. അപ്പോൾ ആ ഒരു നമ്പർ, ആ ഒരു ടേബിളിൽ നമ്മുടെ അസ്ഥികളുടെ എല്ലാ എണ്ണം എടുത്തിട്ട് 206 ടോട്ടൽ കിട്ടിയതായിട്ട് കാണിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് തരുണാസ്ഥികൾ. എന്താണ് തരുണാസ്ഥികൾ? വളരെയധികം വഴക്കമുള്ളവയും അതായത് ഫ്ലെക്സിബിൾ ആയവയും ശരീരഭാഗങ്ങളെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന കലകളാണ് തരുണാസ്ഥികൾ, കാർട്ടിലേജസ്. അപ്പോൾ ഒരു തരത്തിലുള്ള കലകളാണ് തരുണാസ്ഥികൾ. അസ്ഥികളെ പോലെ ശരീരത്തിന് താങ്ങും ബലവും നൽകുക എന്നതാണ് തരുണാസ്ഥികളുടെ ധർമ്മം. മനുഷ്യ ശരീരത്തിലും മറ്റ് ജന്തു ശരീരങ്ങളിലും തരുണാസ്ഥികൾ കാണപ്പെടുന്നു. എല്ലുകൾ, ചെവികൾ, മൂക്ക്, കൈകാൽ മുട്ടുകൾ, കണങ്കാൽ, ശ്വാസനാളം, കശേരുക്കൾക്കിടയിലെ ഡിസ്കുകൾ എന്നീ ഭാഗങ്ങളിലാണ് പ്രധാനമായും തരുണാസ്ഥികൾ കാണപ്പെടുന്നത്. അപ്പോൾ തരുണാസ്ഥികൾ കാണപ്പെടുന്ന സ്ഥലങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ തരുണാസ്ഥികൾ കാണപ്പെടുന്നത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ കശേരുക്കൾക്കിടയിലെ ഡിസ്കുകളൊക്കെ വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വന്നേക്കാം. അവിടെ തരുണാസ്ഥികൾ കാണുമോ? നമ്മൾ ചെവിയും മൂക്കും ഒക്കെയാണ് ആദ്യം ഓർക്കുക. പക്ഷേ ഇവയ്ക്കിടയിലൊക്കെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തരുണാസ്ഥികൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. തരുണാസ്ഥികൾക്ക് എല്ലുകളേക്കാൾ കാഠിന്യം കുറവും പേശികളേക്കാൾ വഴക്കം കുറവുമാണ്. അപ്പോൾ പേശികളേക്കാൾ വഴക്കം കുറവാണ്, എന്നാൽ എല്ലുകളേക്കാൾ കാഠിന്യം കുറവുമാണ്. തരുണാസ്ഥികൾക്ക് ബലവും വഴക്കവും നൽകുന്നത് അതിൻ്റെ കോശബാഹ്യദ്രവ്യമാണ്, എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ്. അപ്പോൾ കോശത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദ്രവ്യമാണ് അതിൻ്റെ വഴക്കത്തിന് കാരണം. തരുണാസ്ഥി കലയുടെ കോശബാഹ്യദ്രവ്യം ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളാണ് കോൺഡ്രോബ്ലാസ്റ്റ്. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സിംഗിൾ ക്വസ്റ്റ്യനായിട്ട് 1 വേർഡായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. കോൺഡ്രോബ്ലാസ്റ്റാണ് തരുണാസ്ഥി കലയുടെ കോശബാഹ്യദ്രവ്യം ഉൽപ്പാദിപ്പിക്കുന്നത്. തരുണാസ്ഥി കലയുടെ കോശബാഹ്യദ്രവ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? കൊളാജൻ തന്തുക്കൾ. കൊളാജൻ എന്താണ്? പ്രോട്ടീൻ്റെ ഒരു രൂപമാണ് കൊളാജൻ. അപ്പോൾ കൊളാജൻ തന്തുക്കൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഘടകമാണ്. പ്രോട്ടിയോഗ്ലൈക്കനും ഇലാസ്റ്റിൻ തന്തുക്കളും ചേർന്ന അടിസ്ഥാന പദാർത്ഥ ഭാഗം. അപ്പോൾ ഇത് രണ്ടും ചേർന്നതാണ് എന്ത്? കോശബാഹ്യദ്രവ്യത്തിലെ ഘടകങ്ങൾ. തരുണാസ്ഥി കലയുടെ കോശബാഹ്യദ്രവ്യത്തിൻ്റെ കാഠിന്യത്തിന് കാരണം ഹ്യാലുറോണിക് അമ്ലത്തോട് കൂടിച്ചേർന്നിരിക്കുന്ന ധാന്യക മാംസ്യമായ കോൺഡ്രിൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ അവിടെ കാണുന്ന ഒരു പ്രോട്ടീനാണ്, ധാന്യക മാംസ്യമാണ് കോൺഡ്രിൻ. അപ്പോൾ ആ കോശബാഹ്യദ്രവ്യത്തിൻ്റെ കാഠിന്യത്തിന് കാരണമാണ് ഇവിടെ പറയുന്നത്. ആ കോൺഡ്രിൻ എന്ന ഒരു പ്രോട്ടീൻ്റെ പേര് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അസ്ഥിസന്ധികൾ എന്തൊക്കെയാണ്? അസ്ഥിസന്ധികൾ എത്ര തരത്തിലുണ്ട് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. 2 അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെ അസ്ഥിസന്ധി, അതായത് ജോയിൻസ് എന്ന് പറയുന്നു. മനുഷ്യ ശരീരത്തിൽ വിവിധ തരം അസ്ഥിസന്ധികളുണ്ട്. കൈകാലുകളും വിരലുകളും അനായാസം മടക്കാനും നിവർത്താനും കഴിയുന്നതിനും അസ്ഥികളെ ചലിപ്പിക്കാൻ കഴിയുന്നതിനും കാരണം അസ്ഥിസന്ധികളുടെ സാന്നിധ്യമാണ്. അപ്പോൾ നമുക്ക് അനായാസം മടങ്ങാനും നിവരാനും അതുപോലെ നടക്കാനും ഒക്കെ കഴിയുന്നത് ഈ അസ്ഥിസന്ധികളുടെ കാരണമാണ്. സന്ധിയിലെ അസ്ഥികളുടെ അറ്റം തരുണാസ്ഥികൾ കൊണ്ട് മൂടിയിരിക്കുന്നത് ഘർഷണം കുറയ്ക്കാൻ സഹായിക്കുന്നു. അപ്പോൾ എല്ലുകൾ വളരെ ബലമുള്ളവയാണ്. അവ തമ്മിൽ ഒരു ഘർഷണം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തരുണാസ്ഥികൾ സ്ഥിതി ചെയ്യുന്നത്. അസ്ഥിസന്ധികളിൽ ചലിപ്പിക്കാൻ കഴിയുന്നവയും കഴിയാത്തവയുമുണ്ട്. ചലനം സാധ്യമാകുന്ന സന്ധികളാണ് വിജാഗിരി സന്ധി, ഗോളരസന്ധി, കീലസന്ധി, തെന്നി നീങ്ങുന്ന സന്ധി. അപ്പോൾ ഈ 4 തരം സന്ധികൾ ചലനം സാധ്യമാകുന്ന അസ്ഥികളാണ്. അപ്പോൾ അതിൻ്റെ മറ്റ് പേര് ഇംഗ്ലീഷിലുള്ള പേര് കൂടി കൊടുത്തിട്ടുണ്ട്. വിജാഗിരി സന്ധി ഹിഞ്ച് ജോയിൻ്റ് ആണ്. ഗോളരസന്ധി ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, കീലസന്ധി പിവോട്ട് ജോയിൻറ്റ്. അപ്പോൾ പിവോട്ട് ജോയിൻ്റ് എന്നറിയപ്പെടുന്നത് ഏത് സന്ധിയാണെന്ന് അല്ലാതെ തന്നെ ചോദിച്ചിട്ടുണ്ട്. 1 വേർഡായിട്ട് പിവോട്ട് ജോയിൻറ്റ് കീലസന്ധി എന്ന് കൊടുക്കാറുണ്ട്. ഇനി തെന്നി നീങ്ങുന്ന സന്ധിയാണ് ഗ്ലൈഡിംഗ് ജോയിൻറ്റ്. ഇനി സന്ധികളുടെ മാതൃക. അപ്പോൾ ഇവിടെ
പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ആ ഒരു പേര് വരാൻ കാരണം നമ്മുടെ ശരീരത്തിലെ ചലനങ്ങൾ എങ്ങനെയാണ് നിത്യജീവിതത്തിൽ പ്രാധാന്യം എന്നാണ് അവിടെ പറയുന്നത്. കതക്, ജനൽ എന്നിവയിലെ വിജാഗിരിയാണ് വിജാഗിരി സന്ധി. അതുപോലെയാണ് മനുഷ്യ ശരീരത്തിലെ എല്ലുകളുടെ അറേഞ്ച്മെൻറ്റ്. പിന്നെ പകുതി മുറിച്ച വലിയ ബോളിൽ തിരിയുന്ന ചെറിയ ബോൾ, അപ്പോൾ അതാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. അവിടെ ആ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പകുതി മുറിച്ച വലിയ ബോളിൽ തിരിയുന്ന ചെറിയ ബോൾ എന്ന് പറഞ്ഞിട്ടൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വിജാഗിരീൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പൗഡർ ടിന്നിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത് പിവോട്ട് സന്ധിയാണ്. പൗഡർ ടിന്നിൻ്റെ അടപ്പ് പോലെ ഇരിക്കുന്നത് പിവോട്ട് സന്ധി, അതായത് കീലസന്ധി. നമ്മുടെ കഴുത്തിൻ്റെ തലയോടിൻ്റെ ഭാഗത്ത് കാണപ്പെടുന്ന സന്ധിയാണ് കീലസന്ധി. ഇനി സന്ധികളും സവിശേഷതകളും, അതിൻ്റെ എക്സാമ്പിളും അതുപോലെ പ്രത്യേകതകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആദ്യം വിജാഗിരി സന്ധി. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു. കൈമുട്ട്, നമ്മൾ ആദ്യം എക്സാമ്പിൾ ഓർത്ത് വെക്കുക, എന്നിട്ട് പ്രത്യേകത പഠിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ കൈമുട്ട്, കാൽമുട്ട്, വിരലുകളിലെ സന്ധി, കണങ്കാൽ, ഇതൊക്കെ മനസ്സിൽ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പ്രത്യേകത പഠിക്കാം. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നവയാണ്. അതുപോലെ ഒരു അസ്ഥിയുടെ ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിഞ്ഞ ഭാഗത്ത് ഒരു വശത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ പിക്ചർ അടക്കം കൊടുത്തിട്ടുണ്ട്. കൈമുട്ടും കാൽമുട്ടും ഒക്കെ സങ്കല്പിച്ചുകൊണ്ട് ഈ ഒരു ഭാഗം പഠിക്കാം. ഇനി ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. തോളെല്ല്, ഇടുപ്പെല്ല്, അതാണ് എക്സാമ്പിൾ. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധിയാണ്. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ, അതായത് സോക്കറ്റിൽ തിരിയുന്നു. ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിക്ക് പൂർണ്ണമായ കറക്കം, അതായത് 360 ഡിഗ്രി സാധ്യമല്ല. നമുക്ക് കൈ കറക്കി നോക്കിയാൽ 360 ഡിഗ്രി കറക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ തോളെല്ല്, ഇടുപ്പെല്ലാണ് അവിടെ പറയുന്നത്. അടുത്തതായിട്ട് പിവട്ട് സന്ധി. ഒരസ്ഥി മറ്റൊന്നിൽ മുന്നോട്ടും വശങ്ങളിലേക്കും തിരിക്കുന്നു. നമ്മുടെ കഴുത്ത് സങ്കല്പിച്ചുകൊണ്ട് പഠിക്കുക. കഴുത്ത്, അതുപോലെ കൈത്തണ്ട നമ്മൾ മുന്നോട്ടും പിന്നോട്ടും തിരിയുന്നുണ്ട്, അതുപോലെ വശങ്ങളിലേക്ക് തിരിയുന്നുണ്ട്. ഒരസ്ഥിയുടെ വൃത്താകൃതിയിലോ സിലിണ്ടർ ആകൃതിയിലോ ഉള്ള പ്രതലം മറ്റൊന്നിൻ്റെ വളയത്തിൻ്റെ ആകൃതിയിലുള്ള ഘടനയിൽ കറങ്ങുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. അപ്പോൾ കഴുത്തിൻ്റെ ആ ഒരു സ്ട്രക്ചർ നോട്ട് ചെയ്തുകൊണ്ട് പഠിച്ചു നോക്കുക. വൃത്താകൃതിയിലോ സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലം മറ്റൊന്നിൻ്റെ വളയത്തിൻ്റെ ആകൃതിയിലുള്ള ഘടനയിൽ കറങ്ങുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. അടുത്തതായി തെന്നി നീങ്ങുന്ന സന്ധി. ഒരസ്ഥിക്ക് മുകളിൽ മറ്റൊരു അസ്ഥി തെന്നി നീങ്ങുന്ന തരത്തിലുള്ള ചലനം സാധ്യമാക്കുന്നു. അതായത് കൈക്കുഴ, കാൽക്കുഴ. കൈക്കുഴയിലും കാൽക്കുഴയിലും എന്താണ് സംഭവിക്കുന്നത്? ഒരസ്ഥിക്ക് മുകളിൽ മറ്റൊരസ്ഥി തെന്നി നീങ്ങുന്ന തരത്തിലാണ് ചലനം. നമുക്ക് കുറച്ചുകൂടി സ്മൂത്തായിട്ട് കറക്കാൻ പറ്റുന്നുണ്ട്. തെന്നി നീങ്ങുന്ന സന്ധിയാണ് കൈക്കുഴ, കാൽക്കുഴ. അടുത്തതായിട്ട് അസ്ഥിഭംഗം എന്താണെന്നാണ് പറയുന്നത്. അസ്ഥിക്ക് സംഭവിക്കുന്ന പൊട്ടലിനും ഒടിവിനുമാണ് അസ്ഥിഭംഗം അഥവാ ഫ്രാക്ചർ എന്ന് പറയുന്നത്. അസ്ഥിഭംഗം സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പരിക്കേറ്റ ഭാഗത്ത് വേദന, പരിക്കേറ്റ ഭാഗം അനക്കാൻ പ്രയാസം, സമാന ഭാഗങ്ങളുമായുള്ള വ്യത്യാസം. ഇനി അസ്ഥിഭംഗം 3 തരത്തിൽ സംഭവിക്കുന്നുണ്ട്. ലഘുഭംഗം, വിഷമഭംഗം, സങ്കീർണ ഭംഗം. അപ്പോൾ ഇത് പുതിയ SCRTയിലുള്ള ഒരു പോയിൻ്റാണ്. 3 തരത്തിലുള്ള അസ്ഥിഭംഗം. പഴയ SCRTയിൽ അസ്ഥിഭംഗം എന്താണെന്ന് ജസ്റ്റ് ഡെഫിനേഷൻ പറഞ്ഞു പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലഘുഭംഗം, വിഷമഭംഗം, സങ്കീർണ ഭംഗം എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. സിമ്പിൾ ഫ്രാക്ചർ, അതുപോലെ കോമ്പൗണ്ട് ഫ്രാക്ചർ, പിന്നെ കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ. അസ്ഥിഭംഗം സംഭവിച്ച ആൾക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷയിൽ ശ്രദ്ധിക്കേണ്ടവ എന്തൊക്കെയാണ്? അസ്ഥിഭംഗം സംഭവിച്ച ഭാഗം ഇളകിയാൽ പൊട്ടൽ അധികമാകാൻ സാധ്യതയുണ്ട്. അതിനാൽ ആ ഭാഗം ചലിപ്പിക്കുകയോ തിരുമുകയോ എണ്ണ പോലുള്ള വസ്തുക്കൾ തേച്ച് പിടിപ്പിക്കുകയോ ചെയ്യരുത്. അപ്പോൾ നമ്മൾ ആദ്യം സ്വയം ചികിത്സ അരുത് എന്നാണ് അവിടെ പറയുന്നത്. വേഗം തന്നെ ആശുപത്രിയിലാക്കാൻ ശ്രമിക്കുക. അസ്ഥിഭംഗം സംഭവിച്ച ആളെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുകയോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്യുമ്പോൾ അസ്ഥിഭംഗം സംഭവിച്ച ഭാഗം ഇളകാതിരിക്കാൻ സ്കെയിലോ മരക്കഷ്ണമോ പലകയോ ഉപയോഗിച്ചുകൊണ്ട് കെട്ടുക. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നതിന് പറയുന്ന പേരാണ് സ്പ്ലിൻറ്റ് എന്നത്. അപ്പോൾ ഇളകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വിഷമഭംഗമാണെങ്കിൽ മുറിവിൽ നിന്നുണ്ടാകുന്ന രക്തസ്രാവം നിർത്താൻ ശ്രമിക്കുകയും മുറിവേറ്റാൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷ നൽകുകയും ചെയ്യുക.
അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കുക. അടുത്തതായിട്ട് സ്പ്ലിൻറ്റ്. എന്താണ് സ്പ്ലിൻറ്റ്? പരിക്കേറ്റ ഭാഗം ചലിപ്പിക്കാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് സ്പ്ലിൻറ്റ്. മരം, ലോഹം, പ്ലാസ്റ്റിക് എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ്ങുപലകകൾ കൊണ്ടാണ് സ്പ്ലിൻറ്റ് നിർമ്മിക്കേണ്ടത്. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ, കൈ ഒടിഞ്ഞു കഴിഞ്ഞാലൊക്കെ നമുക്ക് ഒരു സ്കെയിലൊക്കെ വെച്ച് കെട്ടിത്തരും. അപ്പോൾ അങ്ങനെ കെട്ടുന്ന സംഭവം, അങ്ങനെ വെക്കുന്ന സ്കെയിൽ പോലുള്ള മരക്കഷ്ണവും പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണവുമാണ് സ്പ്ലിൻറ്റ് എന്നറിയപ്പെടുന്നത്. ഇനി ലഘുഭംഗം എന്താണെന്ന് നോക്കാം. അസ്ഥികൾക്ക് പൊട്ടലോ ഒടിവോ ഉണ്ടാവുകയോ അസ്ഥികൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുകയോ ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ ചെറുതാണ് ലഘുഭംഗം. ഇനി വിഷമഭംഗം എന്താണ്? അസ്ഥി പൊട്ടി മാംസപേശികളെ തുളച്ച് പുറത്തേക്ക് വരുന്ന അസ്ഥിഭംഗം. അസ്ഥിഭംഗത്തിനൊപ്പം മുറിവും ഉണ്ടാകുന്നു. അപ്പോൾ അസ്ഥിയും പൊട്ടി പുറത്തേക്ക് വരുന്ന ഇതാണ് വിഷമഭംഗം എന്ന് പറയുന്നത്. അത് മുറിവിന് കാരണമാകുന്നു. ഇനി സങ്കീർണ ഭംഗം. ശരീരത്തിലെ ആന്തര അവയവങ്ങൾക്ക് സമീപം സംഭവിക്കുന്ന വിഷമഭംഗമാണ് സങ്കീർണ ഭംഗം. സങ്കീർണ ഭംഗത്തിൽ അസ്ഥി ഒടിഞ്ഞ് ആന്തര അവയവങ്ങൾക്ക് ക്ഷതം സംഭവിക്കുന്നു. നമുക്കറിയാമല്ലേ, ആക്സിഡൻ്റൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് വാരിയലൊക്കെ ഹൃദയത്തിലേക്ക് തുളച്ച് കയറുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ ഒരാൾ ആക്സിഡൻ്റായി ചിലപ്പോൾ അത് കഴിഞ്ഞ് എഴുന്നേറ്റ് നടന്നേക്കാം. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ കുറച്ച് പതുക്കെയാണ് നമുക്കത് മനസ്സിലാവുക, ഉള്ളിൽ ക്ഷതം സംഭവിച്ചിട്ടുണ്ട് എന്നും അത് കോംപ്ലിക്കേറ്റഡ് ആണെന്നും പിന്നീടാണ് അറിയുക. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഭാഗമാണ് സങ്കീർണ ഭംഗം. അടുത്തതായിട്ട് എക്സ്റേ. അസ്ഥികളിലെ ഒടിവോ പൊട്ടലോ തിരിച്ചറിയാൻ എക്സ്റേ ഉപയോഗിക്കുന്നു. മാംസപേശികളിലൂടെ കടന്നു പോകുന്നതും എല്ലുകളിലൂടെ കടന്നു പോകാത്തതുമായ രശ്മികളാണ് എക്സ്റേസ്. എക്സ്റേ കണ്ടെത്തിയ ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനാണ് വിൽഹെം കോൺറാഡ് റോൺജൻ. അപ്പോൾ റോൺജനാണ് എക്സ്റേ കണ്ടെത്തിയത്. വില്യം കോൺറാഡ് റോൺജൻ എക്സ്റേ കണ്ടെത്തിയ വർഷം 1895. അപ്പോൾ ആ വർഷം ചോദിക്കാറുണ്ട്. 1895 എക്സ്റേ കണ്ടെത്തിയത്. മനുഷ്യനിലെ കൈകളിലെ അസ്ഥികളുടെ ഫോട്ടോഗ്രാഫിക് ചിത്രം എടുക്കാൻ ആദ്യമായി എക്സ്റേ ഉപയോഗിച്ചെടുത്തത് റോൺജനാണ്. അപ്പോൾ എക്സ്റേയുടെ പ്രത്യേകത എന്താണ്? മാംസപേശികളിലൂടെ കടന്നു പോകും, എന്നാൽ എല്ലുകളിലൂടെ കടന്നു പോകില്ല. അങ്ങനെ നമുക്ക് എല്ലിൻ്റെ ഫ്രാക്ചർ കണ്ടെത്താൻ കഴിയുന്നു. ഇനി എക്സ്റേയുടെ കണ്ടുപിടുത്തത്തിന് റോൺജന് നോബൽ സമ്മാനം ലഭിച്ച വർഷം ഏതാണ്? 1901. 1901 നോബൽ സമ്മാനം ലഭിച്ചത്. അടുത്തതായിട്ട് വിൽഹെം കോൺറാഡ് റോൺജനെ പറ്റി കുറച്ച് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. 1888 വ്യൂസ്ബർഗ് സർവകലാശാലയിൽ ഭൗതികശാസ്ത്ര മേധാവിയായി റോൺജൻ അധികാരമേറ്റു. അപ്പം ഭൗതികശാസ്ത്രജ്ഞനായിരുന്നു. വാതകങ്ങളുടെ വിശിഷ്ട താപം, സ്പെസിഫിക് ഹീറ്റ്, ക്രിസ്റ്റലുകളുടെ താപചാലകശേഷി തുടങ്ങിയ ഒട്ടേറെ വിഷയങ്ങളിൽ ഗവേഷണങ്ങൾ നടത്തിയെങ്കിലും റോൺജനെ ഏറെ പ്രശസ്തമാക്കിയത് എക്സ്റേയുടെ കണ്ടുപിടുത്തമാണ്. അപ്പോൾ നോബൽ സമ്മാനം ലഭിച്ച വർഷമോടെ കൊടുത്തിട്ടുണ്ട്. ഭൗതികശാസ്ത്രത്തിലാണ് നോബൽ കിട്ടിയത്. 1901. അടുത്തതായിട്ട് അസ്ഥികൾക്ക് പൊട്ടൽ സംഭവിച്ചാൽ നമ്മൾ പറഞ്ഞു, വിഷമഭംഗം വരുമ്പോൾ ഉള്ള കാര്യം നമ്മൾ പറഞ്ഞു. അസ്ഥികൾക്ക് പൊട്ടൽ സംഭവിച്ചാൽ അസ്ഥിഭംഗം വന്ന ഭാഗം ശരിയായി ചേർത്ത് വെച്ച് ലോഹക്കമ്പികൾ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാറുണ്ട്. അപ്പോൾ ലോഹക്കമ്പികൾ അസ്ഥികൾക്ക് പകരമായിട്ട് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാറുണ്ട്. അസ്ഥികൾ ഇളകാതെ നിൽക്കുന്നതിനും വേഗം കൂടിച്ചേരുന്നതിനും ലോഹക്കമ്പികളുടെ സ്ക്രൂ ചെയ്യൽ സഹായകരമാകുന്നു. ഇനി മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ശരീരഭാഗം കൂടുന്നതും അസ്ഥികളിൽ കാൽസ്യം കുറയുന്നതും കാൽമുട്ടിന് തേയ്മാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കൂടാതെ പ്രായം കൂടുമ്പോൾ കാൽമുട്ട് വേദനയും ഉണ്ടാകുന്നു. അപ്പോൾ ശരീരഭാരം കൂടുന്നതിനും അസ്ഥികളിൽ കാൽസ്യം കുറയുന്നതുമാണ് ഈ തേയ്മാന പ്രശ്നങ്ങൾക്ക് കാരണം. അസുഖമുള്ളതോ തേയ്മാനം വന്നതോ ആയ കാൽമുട്ടിലെ അസ്ഥികൾ വൈദ്യപരിശോധനയ്ക്ക് ശേഷം നീക്കം ചെയ്യുകയും പകരം സെറാമിക്, ലോഹം, പ്ലാസ്റ്റിക് എന്നിവ ഉൾപ്പെടുന്ന കൃത്രിമ കാൽമുട്ട് സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് മുട്ടുമാറ്റിവെക്കൽ, നീ റീപ്ലേസ്മെൻറ്റ്. കൃത്രിമ കാൽമുട്ട് 20 വർഷം വരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നു. കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുതിയ കാൽമുട്ടിൽ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടുമെങ്കിലും മരുന്നുകൾ ഉപയോഗിച്ചും ഫിസിയോതെറാപ്പിയിലൂടെയും ഇത്തരം അസ്വസ്ഥതകൾ മാറ്റിയെടുക്കാവുന്നതാണ്. മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമമാണ് പാറ്റല്ല. അപ്പോൾ ഈ പാറ്റല്ലയുടെ ശാസ്ത്രീയ നാമം അതെപ്പോഴും ചോദിക്കാറുണ്ട്. മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം പാറ്റല്ലയാണ്. അസ്ഥികളുടെ ആരോഗ്യത്തിന് എന്തൊക്കെയാണ് നമ്മൾ അസ്ഥികളുടെ ആരോഗ്യത്തിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടത്?
എല്ലിൻ്റെ പ്രധാന ഘടകമാണ് കാൽഷ്യം ഫോസ്ഫേറ്റ്, അതുപോലെ പ്രോട്ടീൻ കൊളാജൻ. വെള്ളത്തിൽ ലയിക്കാത്ത തന്തുരൂപത്തിലുള്ള ഒരിനം പ്രോട്ടീനാണ് പ്രോട്ടീൻ കൊളാജൻ. അപ്പോൾ ഇത് രണ്ടുമാണ് എല്ലിൻ്റെ പ്രധാന ഘടകങ്ങൾ. എല്ല്, പല്ല് എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ പോഷക ഘടകങ്ങളാണ് വിറ്റാമിനുകളും ധാതുക്കളും. ഇനി അവയടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ഇലക്കറികൾ, വിത്തുകൾ, മുട്ട, നട്ട്സ്, പാലുൽപ്പന്നങ്ങൾ, മത്സ്യങ്ങളിൽ പ്രധാനമായിട്ടും കോര, ട്യൂണ, മത്തി, അയല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കാൽഷ്യം അടങ്ങിയ ഫുഡ് കഴിക്കണം എന്നൊക്കെ പറയില്ലേ, അതുപോലെ വെയിൽ കൊള്ളണം. അതൊക്കെ നമ്മുടെ അസ്ഥികൾക്കും എല്ലുകൾക്കും ഒക്കെ വളരെ നല്ലതാണ്. ഇനി ആന്തരാസ്ഥികൂടവും ബാഹ്യാസ്ഥികൂടവും, രണ്ട് തരത്തിൽ അസ്ഥികൂടത്തെ തിരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ആന്തരാസ്ഥികൂടത്തിൽ വരുന്നത്? ജീവികളുടെ ശരീരത്തിന് അകത്ത് കാണപ്പെടുന്ന അസ്ഥികൂടമാണ് ആന്തരാസ്ഥികൂടം, എൻഡോസ്കെൽട്ടൻ. പൂച്ച, തവള, എലി, പശു, മനുഷ്യൻ തുടങ്ങിയ ജീവികൾക്ക് ആന്തരാസ്ഥികൂടമാണ് ഉള്ളത്. ഇനി ബാഹ്യാസ്ഥികൂടമുള്ള ചില ജീവികൾ കൂടിയുണ്ട്. ഏതൊക്കെയാണ്? മുതല, അങ്ങനെയുള്ള ജീവികളെയൊക്കെ നമുക്കറിയില്ലേ. മുതല, ചിപ്പി, ഞണ്ട് അങ്ങനെയുള്ളവയൊക്കെ ബാഹ്യാസ്ഥികൂടമുള്ളവയാണ്. എക്സോസ്കെൽട്ടൻ ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനും ആകൃതി നൽകുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിനും സഹായിക്കുന്ന ശരീരത്തിന് പുറത്തുള്ള ആവരണമാണ് പുറന്തോട്. അതാണ് ബാഹ്യാസ്ഥികൂടം. എന്തൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ആകൃതി നൽകുന്നു, അതുപോലെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കുന്നു. നട്ടലില്ലാത്ത മിക്ക ജീവികൾക്കും ബാഹ്യാസ്ഥികൂടമാണ് ഉള്ളത്. ബാഹ്യാസ്ഥികൂടമുള്ള ജീവികളിൽ ഏറ്റവും കൂടുതലുള്ളത് പ്രാണികൾക്കാണ്. ഒച്ച്, ചിലതരം വണ്ടുകൾ, ചിപ്പി, ഞണ്ട് തുടങ്ങിയ ജീവികൾക്ക് കട്ടി കൂടിയ പുറന്തോടാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ബാഹ്യാസ്ഥികൂടത്തിന് ഉദാഹരണമാണ്. തേരട്ട, പഴുതാര, പാറ്റ, കൊഞ്ച് തുടങ്ങിയ ജീവികൾക്ക് താരതമ്യേന കട്ടി കുറഞ്ഞ പുറന്തോടാണുള്ളത്. ബാഹ്യാസ്ഥികൂടം കാലക്രമേണ പൊഴിച്ചു കളയപ്പെട്ടേക്കാം. ആന്തരാസ്ഥികൂടമുള്ള ജീവികളിലും ബാഹ്യാസ്ഥികൂടത്തിന് സമാനമായ ചില ഭാഗങ്ങളുണ്ട്. മത്സ്യങ്ങളുടെയും മൃഗങ്ങളുടെയും ചെതുമ്പലുകൾ, പക്ഷികളുടെ തൂവലുകൾ, ജന്തുക്കളിലെ രോമങ്ങൾ, നഖം, കൊമ്പ്, കുളമ്പ് തുടങ്ങിയവയെല്ലാം ബാഹ്യാസ്ഥികൂടത്തിന് സമാനമായ ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മളിലൊക്കെ ബാഹ്യാസ്ഥികൂടം ഉണ്ട്. എന്തൊക്കെയാണ്? നഖം, അതുപോലെ രോമങ്ങൾ, മുടി, അതൊക്കെ ബാഹ്യാസ്ഥികൂടങ്ങൾക്ക് ഉദാഹരണമാണ്. ചില ജീവികളിൽ ആന്തരാസ്ഥികൂടവും ബാഹ്യാസ്ഥികൂടവും കാണപ്പെടുന്നു. അതായത് മനുഷ്യരിലൊക്കെ അങ്ങനെ തന്നെയാണ്. അതുപോലെ പശു അങ്ങനെയുള്ള ജീവികളിൽ കുളമ്പൊക്കെ കാണുന്നുണ്ടല്ലോ. ഇനി ഇവിടെ ഒരു ടേബിളിൽ രണ്ട് ജീവികളിലെയും വ്യത്യാസം പറയുന്നുണ്ട്. ബാഹ്യാസ്ഥികൂടവും ആന്തരാസ്ഥികൂടവും തമ്മിലുള്ള സാമ്യവും അതുപോലെ വ്യത്യാസവും. ബാഹ്യാസ്ഥികൂടവും ആന്തരാസ്ഥികൂടവും ഫങ്ഷൻസ് ഏതാണ്ട് ഒരുപോലെയാണ്. ശരീരത്തെ സംരക്ഷിക്കുന്നുണ്ട്, ശരീരത്തിന് രൂപം നൽകുന്നു, പിന്നെ ശരീരത്തിന് ഉറപ്പ് നൽകുന്നു. ആന്തരാസ്ഥികൂടം ശരീരത്തിനുള്ളിലും ബാഹ്യാസ്ഥികൂടം ശരീരത്തിന് പുറത്തുമായി കാണപ്പെടുന്നു. ആന്തരാസ്ഥികൂടം പല ആന്തരാവയവങ്ങളെയും സംരക്ഷിക്കുന്നു. ആന്തരാസ്ഥികൂടം കൂടുതൽ ചലനം സാധ്യമാക്കുന്നു. അപ്പോൾ സാമ്യതകളും അതുപോലെ വ്യത്യാസവും പറഞ്ഞു. ഇനി ജീവികളിലെ അസ്ഥികൂടങ്ങൾ. ആന്തരാസ്ഥികൂടമുള്ള ജീവികൾ, അതുപോലെ ബാഹ്യാസ്ഥികൂടമുള്ള ജീവികൾ, പിന്നെ രണ്ടും ഉള്ള ജീവികൾ അത് പറയുന്നുണ്ട്. അപ്പോൾ ആന്തരാസ്ഥികൂടമുള്ളതിൽ മനുഷ്യൻ, സസ്തനികൾ, പക്ഷികൾ, പാമ്പുകൾ, മത്സ്യങ്ങൾ. ബാഹ്യാസ്ഥികൂടമുള്ളവയ്ക്ക് ഉദാഹരണങ്ങളാണ് പ്രാണികൾ, വണ്ടുകൾ, ചിലന്തി, തേള്, ഒച്ച്, കക്ക, നത്തക്ക, ചെമ്മീൻ. അപ്പോൾ നത്തക്ക എന്താണ്? കക്ക പോലുള്ള ഒരു ഞവണിക്ക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തോട്ടിലൊക്കെ പാറയിൽ ഒട്ടിപ്പിടിക്കുന്ന സാധനമില്ലേ, അതാണ് ഈ നത്തക്ക. ഇനി ആന്തരാസ്ഥികൂടം ബാഹ്യാസ്ഥികൂടമുള്ള ജീവികളാണ് ആമ, മുതല, ചീങ്കണ്ണി. അപ്പോൾ ഈ മൂന്നെണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് തരത്തിലുള്ള അസ്ഥികൂടം കാണപ്പെടുന്ന ജീവികൾ ആമയും മുതലയും ചീങ്കണ്ണിയാണ്. അപ്പോൾ നമ്മളിലൊക്കെ നഖവും മുടിയൊക്കെ അങ്ങനെ ചെറിയ ചെറിയ ഭാഗം കാണുന്നുണ്ടെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വേർതിരിച്ച് പറയുമ്പോൾ ആമ, മുതല, ചീങ്കണ്ണിയാണ് നമ്മൾ ഒരു സെക്ഷനായിട്ട് നമുക്ക് മാറ്റിവെക്കാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ നത്തക്കയുടെയും കക്കയുടെയൊക്കെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, പിന്നെ മുതലയുടെ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. നമ്മൾ അസ്ഥികൂടങ്ങളെ പറ്റിയും അതുപോലെ മനുഷ്യരിലെ അസ്ഥികളിലെ വെറൈറ്റീസ്, അതുപോലെ എണ്ണം, അതൊക്കെ പഠിച്ചു. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്